ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി.സി ബുക്സിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. ഡി.സി ബുക്സിനും എഡിറ്റോറിയൽ കമ്മിറ്റിക്കും പിഴവ് പറ്റിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. എഴുത്തുകാരന്റെ അനുമതിയില്ലാതെയല്ലേ ആത്മകഥയുടെ തലക്കെട്ട് തയ്യാറാക്കിയെന്ന് കോടതിയുടെ ചോദ്യം. ഡി.സി ബുക്സ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ എ.വി. ശ്രീകുമാറിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, എന്താണ് കോടതിയിൽ സംബന്ധിച്ചുണ്ടായത്? സൈഫുദ്ദീൻ ഡി.സി ബുക്സിന്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ എ.വി. ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ ഇടയിലാണ് കോടതി അതിരൂക്ഷമായി ഡി.സി ബുക്സിനെ വിമർശിച്ചത്. പ്രത്യേകിച്ച് ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാളുടെ അനുമതി ഇല്ലാതെ അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് 1974 മുതൽ നമ്മളൊക്കെ കേട്ടു വളർന്ന മലയാള ഭാഷ തന്നെ ജനകീയമാക്കുന്നതിൽ കൃത്യമായി പങ്കുവഹിച്ച ഡി.സി ബുക്സിനെ പോലുള്ള ഒരു സ്ഥാപനം ഒരു എഴുത്തുകാരന്റെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് ഈ തരത്തിൽ പ്രവർത്തിക്കുക? അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത്തരത്തിലൊരു പുസ്തകത്തിന്റെ കോപ്പി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഒരാളെ ഇത്രയധികം അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഡി.സി ബുക്സ് പോയി. അത് ചെയ്തത് ശരിയായില്ല. ഡി.സി ബുക്സും അതോടൊപ്പം തന്നെ അതിന്റെ എഡിറ്റോറിയൽ ബോർഡും ചെയ്തത് ശരിയായില്ല എന്ന് ആവർത്തിച്ച് കോടതി പറയുകയും ചെയ്തു. അഭിഭാഷകനോട് ഈ കാര്യം കോടതി വിശദമായി തന്നെ അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യം ചോദിച്ചു. എന്തായാലും അവസാനം അഭിഭാഷകനും മുതിർന്ന അഭിഭാഷകനാണ്, അദ്ദേഹവും ഈ കാര്യം അത് ശരിയായില്ല എന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് പിന്നീട് ഈ ഡെപ്യൂട്ടി എഡിറ്റർ എ.വി. ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് കടന്നത്. ആദ്യം തന്നെ അതിരൂക്ഷമായ വിമർശനമാണ്. പ്രത്യേകിച്ച് പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടത് ശരിയായില്ല. മാത്രമല്ല ആ പുസ്തകത്തിന് എഴുത്തുകാരന് സമ്മതമില്ലാതെ ഒരു പേരും നൽകി അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ വിഷയം ഇത് ഡി.സി ബുക്സിന് അറിയാത്ത കാര്യമല്ല. എന്തായാലും ആ വിഷയം ശരിയായില്ല എന്ന് കോടതി ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും എഡിറ്റർ എ.വി. ശ്രീകുമാറിന്, സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ എ.വി. ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങൾ, ഒന്ന്, ഈ തരത്തിൽ ഹൈക്കോടതിയിൽ എ.വി. ശ്രീകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ അതിന്റെ എഡിറ്റർമാരിൽ ഒരാളാണ്, തനിക്ക് ഇതിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമില്ല, അതുകൊണ്ട് തന്നെ പ്രതി ചെയ്തത് ശരിയല്ല, അറസ്റ്റിനുള്ള സാധ്യത തടയണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ അപ്പോഴും കോടതി പറഞ്ഞത് അന്വേഷണം നടക്കുകയാണ്, ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴ ഉണ്ടെങ്കിൽ അത് അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ആരാണ് ഇത് ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പക്ഷെ ഇപ്പോൾ കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ചെയ്തത് ശരിയായില്ല. പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാതെ എങ്ങനെ പുസ്തകം പുറത്തുവിടാനാകും? എഴുത്തുകാരന് അനുമതിയില്ലാതെ പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടത് ഒട്ടും ശരിയായില്ല. മാത്രമല്ല എഡിറ്റോറിയൽ കമ്മിറ്റിക്കും ഡി.സി ബുക്സിനും പിഴവ് പറ്റിയെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇക്കാര്യം അഭിഭാഷകന്റെ ഈ പരാതിക്കാരന്റെ അഭിഭാഷകനും കോടതിയിൽ സമ്മതിച്ചു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ എ.വി. ശ്രീകുമാറിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.